നമസ്കാരം. റിതം ഓഫ് കുക്കറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ആരോഗ്യപ്രദമായ വിഭവങ്ങൾ തയ്യാറാക്കാം. ഓട്സ് കൊണ്ടുള്ള വിഭവങ്ങളാണ് ഇന്ന് തയ്യാറാക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഓട്സ് കഴിക്കുന്നത് വളരെയധികം ആരോഗ്യം സംരക്ഷിക്കുന്നതാണ് അല്ലേ? അപ്പോൾ ഓട്സിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത് ഹാർട്ട് ഫ്രണ്ട്ലി ആണ്. ഓട്സ് എന്നൊക്കെ അറിയാം, കൊളസ്ട്രോൾ ഇല്ല, ഫാറ്റ് ഇല്ല, അത് വളരെ കുറവാണ്. അതുകൊണ്ട് നമുക്ക് ഓട്സ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. അപ്പോൾ ഓട്സ് കൊണ്ട് പുതിയ 2 വിഭവമാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. ഒന്ന് ഓട്സ് കൊഴുക്കട്ട. നമുക്കിന്ന് ആദ്യം ഓട്സ് കൊഴുക്കട്ട തയ്യാറാക്കാം. ആവശ്യമുള്ള സാധനങ്ങൾ: ഓട്സ്, കുറച്ച് അരിപ്പൊടി, ഉപ്പ്, തേങ്ങ, ജീരകപ്പൊടി, കുരുമുളക് പൊടി, നെയ്യ്, ഒരല്പം നെയ്യ്, കുറച്ച് വെള്ളവും ആവശ്യമാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം കുറച്ച് ഓട്സ്, നമ്മളുടെ താല്പര്യം അനുസരിച്ച് അളവ് ക്രമപ്പെടുത്താം. കുറച്ച് ഓട്സ് ഇട്ടു. ഓട്സിന്റെ ഏതാണ്ട് അതേ അളവിൽ തന്നെ അരിപ്പൊടിയും കൂടി ഇടുകയാണ്. അരിപ്പൊടി ഇട്ടു. കുറച്ച് ഉപ്പ് വളരെ കുറച്ചാണ് ഇടുന്നത്. ജീരകപ്പൊടിയാണിത്. ജീരകപ്പൊടി കുറച്ച് കൂടുതലിട്ടു. നമ്മൾ കൊഴുക്കട്ട ഉണ്ടാക്കുമ്പോൾ ജീരകമൊക്കെ അരയ്ക്കുമല്ലോ, ഇതിപ്പോ ജീരകപ്പൊടി കുറച്ചിട്ടു. കുരുമുളക് ഇടുകയാണ്. കുരുമുളകും വളരെ ആരോഗ്യകരമായ ഒരു സാധനമാണ്, നമുക്കറിയാം. ഇനി നമുക്ക് കുറച്ച് തേങ്ങ നമുക്ക് കൊഴുക്കട്ടയിൽ തേങ്ങ കൂടുതലിടുന്നതും നല്ല ടേസ്റ്റിയാണ്. ഇനി ഒരല്പം നെയ്യ് നമ്മൾ കുഴച്ചിട്ട് ചേർത്താലും മതി. ഒരല്പം നെയ്യ് കൂടി ചേർക്കുക. കുറച്ച് വെള്ളം തളിച്ച് കുഴച്ചെടുക്കുക. വെള്ളം കുറച്ച് ആവശ്യമുള്ളൂ, കാരണം ഓട്സ് നമുക്കറിയാലോ, ഓട്സ് ഇങ്ങനെ വെള്ളമയം ആവുമ്പോ തന്നെ അങ്ങ് അലിഞ്ഞു വരും. അപ്പൊ അരിപ്പൊടിയും കൂടിയുണ്ട്, അതുകൊണ്ട് കുറച്ച് ആവശ്യത്തിന് കുറച്ച് തളിച്ചിത് കുഴക്കണം. വെള്ളം ഒന്നിച്ചൊഴിക്കരുത്. ഒന്നിച്ചൊഴിച്ചാൽ അത് വല്ലാതെ അങ്ങ് അലിഞ്ഞു പോകും. കുറേശ്ശെ ഒഴിച്ച് ഇളക്കണം. ഇത് ചൂടോടെ കഴിക്കാൻ വളരെ നല്ല ഒരു വിഭവമാണ്, വളരെ ആരോഗ്യപ്രദമാണ്. തേങ്ങ വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ചേർക്കാം. ജീരകവും കുരുമുളകും ഒക്കെ ഉള്ളത് കൊണ്ട് നല്ല സ്വാദുണ്ടാവും. ഇത് മധുരം ഒട്ടും വേണമെങ്കിൽ ഉണ്ടാക്കാം, പക്ഷെ ഇത് ഡയബറ്റിക് പേഷ്യൻസിനെയൊക്കെ കുറച്ച് ഇഷ്ടപ്പെടുന്ന, മധുരം കഴിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് ഓട്സ് കഴിക്കുകയും വേണം. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് നല്ലൊരു വിഭവമായിട്ട് നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാം. നല്ല ജീരകത്തിന്റെ നല്ല മണമുണ്ട്. കുറച്ചും കൂടി ഞാനെങ്കിലും ഇടുകയാണ്. അവസാനം കുറച്ച് ജീരകം, ഒരല്പമേ ചേർത്തുള്ളൂ. നമ്മൾ ആ എടുത്ത അളവിൽ നിന്ന് കുഴച്ച് കഴിഞ്ഞപ്പോൾ കൊണ്ട് അത് നിറഞ്ഞു വന്നു. വളരെ കുറച്ച് ഓട്സ് ഇട്ടുള്ളൂ. ഏതാണ്ട് ഓട്സിന്റെ അതേ അളവ് തന്നെ ഞാൻ അരിപ്പൊടിയും ചേർത്തിരുന്നു. ഓട്സിന്റെ അതേ ലെവലിൽ. ഇപ്പൊ 1 ഗ്ലാസ് ഓട്സ് ആണെങ്കിൽ 1 ഗ്ലാസ് അരിപ്പൊടി എടുക്കണമെന്നില്ല, കുറച്ചെടുത്താൽ മതി. കുറച്ച് ഉപ്പ് ചേർത്തു. ഉപ്പ് കൂടിപ്പോണ്ടാന്ന് എഴുതി. കുറച്ച് ഉപ്പ്, കുറച്ച് ജീരകം, കുറച്ച് കുരുമുളക്. ഇപ്പൊ എരിവ്, ഇത് മധുരയില്ലാന്ന് പറഞ്ഞല്ലോ, അപ്പൊ എരിവ് കൂടുതൽ വേണ്ട ആൾക്കാർക്ക് കുറച്ചും കൂടി കുരുമുളക് ആവാം. ഇപ്പൊ ഇതിന്റെ ആ ഒരു ഇങ്ങനെ ടൈറ്റായി വരുന്ന, ഉരുണ്ട് വരുന്ന ഒരു സ്ട്രക്ചറിൽ വേണം കുഴച്ചെടുക്കാൻ. കണ്ടല്ലോ. ഇനി നമ്മളിത് കൊഴുക്കട്ടയ്ക്ക് വേണ്ടി ഉരുട്ടി ഒരു അപ്പച്ചെമ്പിലോ, ഞാനിപ്പോ ഒരു നോൺ സ്റ്റിക് പാനില് ഇത്രയും വെള്ളം ഒഴിച്ച് അതിൽ തിളപ്പിച്ച് ഇങ്ങനെ വച്ചിരിക്കുകയാണ്. ചൂട് കുറച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ ഉരുട്ടിയേക്കാം. ചെറിയ ഉരുളകളായിട്ടാണ് ഉരുട്ടുക. അപ്പൊ ഉരുട്ടുന്നതിന് മുമ്പ് നമ്മൾ നേരത്തെ കുറച്ച് നെയ്യ് ഇട്ടു, എങ്കിലും അത് ഉരുട്ടുന്നതിന് മുമ്പ് കുറച്ച് നെയ്യ് കയ്യിൽ തടവിയിട്ട് ഒന്നും കൂടി ആക്കിയിട്ടെടുത്താൽ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കും. നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴക്കുമ്പോഴും അങ്ങനെയാണ്, നെയ്യോ എണ്ണയോ ഇങ്ങനെ കയ്യിൽ ആക്കിയിട്ട് ആണെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കും. നമുക്കത്
നന്നായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. ചെറിയ ഉരുളകളാക്കിയാണ് ഞാൻ വെക്കുന്നത്. ഇപ്പൊ അതില് എന്തൊക്കെയാ ചേർത്തെന്ന് കണ്ടല്ലോ. ജീരകപ്പൊടി, കുരുമുളക് പൊടി, പ്രധാന ഘടകം ഓട്സ് ആണ്. ഓട്സും കുറച്ച് അരിപ്പൊടിയും, എന്നിട്ട് തേങ്ങയും ചേർത്തിരുന്നു. ചില ആൾക്കാര് ഓട്സ് ഒക്കെ മിക്സിയിൽ അടിച്ചിട്ട് വളരെ നേർപ്പിച്ച് ഉണ്ടാക്കി തിളപ്പിച്ചിട്ട് പാലൊക്കെ ഒഴിച്ച് ഒഴിക്കും. അതിന്റെ ഒന്നും ആവശ്യമില്ല. അതിപ്പോ തന്നെ ഓട്സ് വെള്ളത്തിലേക്ക് ഇടുമ്പോ തന്നെ അങ്ങ് അലിഞ്ഞു വരും. നാരുകളടങ്ങിയ ഭക്ഷണം വളരെ അധികം ആരോഗ്യ സംരക്ഷണത്തിന് ഉതകുന്ന ഒരു ഘടകമാണ്. അപ്പോൾ ഓട്സിൽ ഇതെല്ലാം ധാരാളമുണ്ട്. ഈ കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ വളരെ നല്ല ഒരു വിഭവമാണ് ഓട്സ്. അതുകൊണ്ട് ഓട്സ് ഭക്ഷണത്തിൽ ഉൾപ്പെടുന്നു. പക്ഷെ പലരും മടിക്കുന്ന എന്താണ്, ഓട്സ് കലക്കി എന്നും ഈ പായസം പോലെ കഴിക്കണ്ടേ എന്ന് കരുതി. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക്, കഴിക്കാൻ മടിക്കുന്ന ആൾക്കാരെ നമുക്ക് ഇങ്ങനെ ഓട്സ് കൊണ്ട് കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കി രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഓട്സ് കൊഴുക്കട്ട ഉണ്ടാക്കി കൊടുക്കാമല്ലോ. അപ്പം നെയ്യ് കുറച്ചാൽ മതി, നെയ്യ് ചേർക്കണം എന്നില്ല. നെയ്യില്ലാതെ തന്നെ ഓട്സും പിന്നെ അരിപ്പൊടി, തേങ്ങ, ഉപ്പും ജീരകപ്പൊടിയും പിന്നെ കുരുമുളക് പൊടിയും ചേർക്കാം. നെയ്യ് ചേർക്കാതെ ഉണ്ടാക്കാം. വലിയതാക്കി ഉരുട്ടി വെച്ചാൽ കുറെ കൂടി എളുപ്പം പണി തീരും. പക്ഷെ ഞാൻ കുറച്ച് ചെറുതാക്കി വെക്കുകയാണ്. ഇതിപ്പോ നന്നായിട്ട് കുറച്ച് വെള്ളേ നമ്മൾ തളിച്ചുള്ളൂ. പക്ഷെ പെട്ടെന്ന് അതാ തേങ്ങയൊക്കെ കൂടി ഉള്ളത് കൊണ്ട് വളരെ പെട്ടെന്ന് ഇങ്ങനെ റെഡിയായി കിട്ടും. പെട്ടെന്ന് ആവി വരികയും ചെയ്യും, പെട്ടെന്ന് വേവുകയും ചെയ്യും. ഇതിപ്പോ അടച്ചു വെക്കാം. നമുക്ക് ചൂട് കൂട്ടി വെക്കാം. തിളച്ച ഇരിക്കുകയാണ് വെള്ളം, അപ്പൊ പെട്ടെന്ന് അതായിക്കോളും. ഇപ്പൊ ഓട്സ് കൊണ്ടുള്ള ഒരു പുതിയ വിഭവമാണ് ഞാൻ പരീക്ഷിച്ചു നോക്കിയത്, ഓട്സ് കൊഴുക്കട്ട. നമുക്കറിയാം ഓട്സ് വളരെ അധികം ഗുണങ്ങളുള്ളതാണ്, ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. കൊളസ്ട്രോൾ അംശമില്ലാത്തതാണ്, ഫാറ്റ് കണ്ടന്റ് വളരെ ലോ ആണ്. അപ്പോൾ നമുക്കിത് വളരെ ഹാർട്ട് ഫ്രണ്ട്ലി ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കഴിക്കാവുന്ന ആരോഗ്യപ്രദമായ ഒരു വിഭവമാണ്. ഇതിൽ ഞാൻ കുറച്ച് നെയ്യ് ചേർത്തു എന്നുള്ള ഒരു ഇതേ ഉള്ളൂ. ബാക്കി നെയ്യ് കഴിക്കണ്ടാത്തവർക്ക് ബാക്കി എല്ലാ ചേരുവകളും ഓക്കെ ആണ്. ഇതില് ഞാൻ എന്തൊക്കെയാണ് എടുത്തതെന്ന് ഒന്നുകൂടി പറയാം. ഓട്സ്, കുറച്ച് അരിപ്പൊടി, തേങ്ങ, ഉപ്പ്, ജീരകപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, നെയ്യ്, കുറച്ച് വെള്ളം ആവശ്യത്തിന് എടുത്തു. അപ്പൊ ഓട്സിന്റെ അത്രയും അളവ് എടുത്തില്ല അരിപ്പൊടി. ഓട്സും അരിപ്പൊടിയും തേങ്ങയും ജീരകവും കുരുമുളകും ഉപ്പും കൂടി കുറച്ച് വെള്ളം തളിച്ച് നല്ലോണം ഒന്ന് മയത്തില് കുഴച്ചെടുത്തു. കുറച്ച് നെയ്യും കൂടി ചേർത്തു. നെയ്യ് ഒഴിവാക്കിയിട്ടും നമുക്കിത് ഉണ്ടാക്കാം. എന്നിട്ട് നന്നായിട്ട് ഉരുട്ടിയെടുത്തിട്ട് ഒരു സ്റ്റീമറിൽ വെച്ച് അവിയിക്കുക. ആവി വരാൻ തുടങ്ങി. ഒരുപാട് സമയം വേണ്ട, അതിനൊരു 5 minutes ഒക്കെ. ഓട്സ് ഒക്കെ നമ്മളുടെ വീട്ടില് ഉണ്ടാവുമല്ലോ എന്തായാലും. അപ്പം ഈ പറയുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മളുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ്. അതുകൊണ്ട് ഉണ്ടാക്കാൻ യാതൊരു വിഷമവുമില്ല. വളരെ ആരോഗ്യപ്രദമാണ്. ഇതെല്ലാവർക്കും പരീക്ഷിക്കാവുന്നതേ ഉള്ളൂ. ആവി വരാൻ തുടങ്ങി. ഒരു 2 minutes ഇരുന്നോട്ടെ. ഇപ്പൊ നന്നായിട്ട് ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട്. കൊഴുക്കട്ട ഇപ്പൊ ആയി കാണും, നമുക്ക് നോക്കാം. കാരണം ഇതിൽ കുറച്ച് അരിപ്പൊടിയും തേങ്ങയും ഓട്സ് തന്നെ പെട്ടെന്ന് വേവുന്നതാണ്. 2 minutes 3 minutes കൊണ്ടൊക്കെ ആകും. അപ്പൊ അത്രയും സമയം കൊണ്ട് അത് ആയി കാണും. നമുക്കത് എടുക്കാം. ഓഫ് ചെയ്ത് നോക്കാം. ഇതിപ്പോ ആയി കാണും. ഒരെണ്ണം മുറിച്ച് നോക്കാം നമുക്ക്. ഇതിപ്പോ നന്നായിട്ട് ആയിക്കഴിഞ്ഞു. ഉണ്ടോ ഓട്സ് ഇരുന്ന് ഒന്ന് തണുക്കുമ്പോ
ഞാൻ ഒരെണ്ണം പൊട്ടിച്ച് നോക്കിയതാണ്. അതിന്റെ അകത്ത് ഓട്സും എല്ലാം കൂടി നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അത് വെന്തു എന്നുള്ളത് നന്നായിട്ട് നമുക്ക് മനസ്സിലാവുന്നതാണ്. കുറച്ച് ഹാർഡ്, ആ ഒരു ഉരുട്ടിയ സ്ട്രക്ചറിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുറച്ച് കട്ടി വന്നിരിക്കും അതിന്. എന്നാലും ഒരുപാട് ഹാർഡും അല്ല, ചൂടോടെ കഴിക്കാൻ വളരെ സോഫ്റ്റ് ആയിരിക്കും. പക്ഷേ ഓട്സ് ആയതുകൊണ്ട് ഒരുപാട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുമ്പോൾ അത്ര സോഫ്റ്റ്നെസ് കാണൂല. ചൂടായിട്ട് കഴിക്കാൻ വളരെ സോഫ്റ്റ് ആണ്. സാധാരണ കൊഴുക്കട്ട പോലെ ആയിപ്പോ കുറച്ച് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന കൊഴുക്കട്ട കുറച്ച് കട്ടിയുള്ളതാണല്ലോ. പക്ഷെ ഓട്സ് കൊഴുക്കട്ട ഉണ്ടാക്കുമ്പോൾ നല്ല ചൂടോടെ നല്ല സോഫ്റ്റ് ആയിരിക്കും. അത് കഴിയുമ്പോൾ മറ്റേ കൊഴുക്കട്ട പോലെ കുറച്ച് ഹാർഡായി പോകും. ഇതിപ്പോ ഓട്സ് കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. വളരെ വേഗം നമുക്ക് തയ്യാറാക്കാവുന്ന ഒരു വിഭവമാണ്. നിങ്ങൾ തീർച്ചയായും ഇത് പരീക്ഷിച്ച് നോക്കണം. ഇന്നത്തെ രണ്ടാമത്തെ വിഭവം ഓട്സ് കൊണ്ടുള്ളത് തന്നെയാണ്. ഓട്സ് തെരളിയപ്പം. ഇതും വളരെ വേഗം നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓട്സ്, കുറച്ച് അരിപ്പൊടി, ഏലക്കാപ്പൊടി, ശർക്കര, നെയ്യ്, തേങ്ങ, പിന്നെ ഈ വഴനയില. വഴനയില എന്നും വയനയില എന്നും പറയാറുണ്ട്. ഇല. അപ്പം പിന്നെ ഒരു ഈർക്കിലിയും കൂടി വേണം ഇത് കണക്ട് ചെയ്തെടുക്കാൻ. സ്റ്റീമറും കുറച്ച് വെള്ളവും ആവശ്യമാണ്. നമ്മൾ സാധാരണ തെരളിയപ്പമൊക്കെ വീട്ടിലുണ്ടാക്കാറുണ്ടല്ലോ. ഓട്സ് വളരെ ആരോഗ്യപ്രദമാണ്, ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഓട്സ്. ഓട്സ് കഴിക്കാൻ കുട്ടികൾക്കൊക്കെ ചിലർക്ക് ഇഷ്ടപ്പെടും, ഇഷ്ടപ്പെടാത്ത കുട്ടികൾക്ക് മധുരമുള്ള ഒരു വിഭവമാക്കി കൊടുത്താൽ അവരെയും നമുക്ക് ഓട്സ് കഴിപ്പിക്കാം. എങ്ങനെയെങ്കിലും ഈ മക്കളെ ഓട്സ് കഴിപ്പിക്കണം എന്നുള്ള അമ്മമാർക്ക് പരീക്ഷിച്ച് നോക്കാം ഈ വിഭവം, ഓട്സ് തെരളിയപ്പം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിന് ഓട്സ് ആണ് പ്രധാന ഘടകം. ഓട്സ് കുറച്ച് ഇട്ടു. എന്നിട്ട് ഇതിൽ കുറച്ച് ഏലക്കാപ്പൊടി കുറച്ച് കൂടുതലിട്ടാലും കുഴപ്പമില്ല. ഏലക്ക നിറയെ കിടക്കുന്നത് നല്ലതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ശർക്കര. ഓട്സിന്റെ അളവ് തന്നെ നമുക്ക് ശർക്കരയും ചേർക്കാം. ഇത് നമ്മള് ഈ പൊങ്കാലയൊക്കെ ഇടുമ്പോ തെരളി ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പൊ നിറയെ ശർക്കര ഇടുമ്പോ വെള്ളം ചേർക്കാതെ തേങ്ങയും പഴവും ഒക്കെ ഇട്ടു. ഇതിൽ നമ്മൾ പഴമൊന്നും ചേർക്കുന്നില്ല. ശർക്കര കുറച്ച് കൂടുതൽ, ശർക്കര കുറച്ച് മതിയെങ്കിൽ അങ്ങനെ നമുക്ക് കുഴച്ച് നോക്കുമ്പോൾ അറിയാം. ശർക്കരയുടെ അളവ് പോരാൻ തോന്നുകയാണെങ്കിൽ വീണ്ടും ചേർക്കാം. ശർക്കരയുടെ ഏതാണ്ട് അത്ര തന്നെ നമ്മൾ തേങ്ങയും കൂടി ചേർത്തു. അരിപ്പൊടി ഞാൻ ഇതുവരെ ചേർത്തില്ല. നമ്മൾ കുഴച്ച് തുടങ്ങിക്കഴിയുമ്പോൾ ആവശ്യത്തിന് നമ്മൾ കൊഴുക്കട്ടയ്ക്ക് എടുത്ത പോലെ ഏതാണ്ട് തുല്യ അളവല്ല, ഇതിന് ആവശ്യമില്ല. അരിപ്പൊടിയുടെ അളവ് വളരെ കുറച്ച് മതി. പിന്നെ നമുക്ക് വേണ്ടത് നെയ്യാണ്. നെയ്യ് എന്തായാലും ചേർക്കുന്നത് വളരെ ടേസ്റ്റി ആയിരിക്കും, നെയ്യ് ചേർത്താൽ. ഇത് ആദ്യം വെള്ളം ചേർക്കാതെ നമുക്കൊന്ന് കുഴച്ച് നോക്കാം. ഈ ശർക്കരയിൽ ചിലപ്പോൾ ഇതുപോലെ നാരുപോലെ എന്തെങ്കിലുമൊക്കെ കാണും. കുഴയ്ക്കുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഇതിലിപ്പോൾ ഞാൻ വെള്ളം ഇതുവരെ ചേർത്തില്ല കേട്ടോ. നന്നായിട്ട് ഇളക്കിയിട്ട് കുറച്ച് വെള്ളം ചേർക്കാം. ഓട്സ് ഈ തേങ്ങയും ശർക്കരയും നെയ്യും ഒക്കെ ആകുമ്പോൾ തന്നെ ഒന്ന് നല്ലോണം മിക്സ് ആവും. കുറച്ച് വെള്ളം ചേർക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് അത് അലിഞ്ഞു പോവും. കൊഴുക്കട്ടയുടെ അത്രയും ലൂസ് ആവണ്ട ഇതിന്. അതുകൊണ്ട് വെള്ളത്തിന്റെ അളവ് വളരെ കുറച്ച്. അരിപ്പൊടി ഇട്ടില്ല. ഇത് എത്രത്തോളം ലൂസ് ആകും എന്നുള്ളത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ അരിപ്പൊടി ചേർക്കുന്നത്. ഒരല്പം വെള്ളം ഇപ്പൊ ഞാൻ ഒഴിച്ചുള്ളൂ. അപ്പൊ തന്നെ ഇത് പെട്ടെന്ന് ഓട്സ് വെള്ളം ഒഴിക്കുമ്പോഴേക്കും അങ്ങ് വളരെ സോഫ്റ്റ് ആയിട്ട് പോകും. അതുകൊണ്ട് വളരെ കുറച്ച് വെള്ളമേ വേണ്ടൂ. ഇതാണ് ആദ്യം നമ്മൾ അരിപ്പൊടി ചേർക്കാതിരുന്നത്. ഇപ്പൊ എത്ര ലൂസ് ആവുന്നു അതനുസരിച്ച് നമുക്ക് അരിപ്പൊടി ചേർക്കാം. അതിന് പ്രത്യേകിച്ച് ഒരു അളവ് നമ്മളുടെ മനസ്സിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇന്നിപ്പോ ഈ പഴം ചേർത്തിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം നമുക്ക്. പക്ഷെ അപ്പൊ വെള്ളത്തിന്റെ ആവശ്യമേ ഇല്ല, ഒരു പഴം ചേർത്താൽ മതി. ഇതിലിപ്പോ ഞാൻ 1 സ്പൂൺ അരിപ്പൊടി ഇട്ടു. അതൊന്ന് ടൈറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ വെച്ചിങ്ങനെ മടക്കുമ്പോൾ അത് ലൂസായി പോവും.
ശർക്കരയും തേങ്ങയൊക്കെ കൂടി വന്നപ്പം കുറച്ച് ലൂസായി പോകും. അതുകൊണ്ട് അരിപ്പൊടി ഇങ്ങനെ നോക്കി അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇട്ടാൽ മതി. ആദ്യം തന്നെ അരിപ്പൊടി ഓട്സിന്റെ കൂടെ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ശർക്കരയും അതുപോലെയാണ്. ആദ്യം നമ്മൾ മുഴുവൻ ശർക്കരയും ഇടണ്ട. എന്നിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് കാണുമ്പോൾ അറിയാം. അങ്ങനെ ചേർത്താൽ മതി. നമുക്ക് ഈ ശർക്കരയും കൂടി ചേർത്തേക്കാം. ഇപ്പൊ നെയ്യും ശർക്കരയും തേങ്ങയൊക്കെ കൂടി ഏലക്കാപ്പൊടിയും ഒക്കെ കൂടി വന്നപ്പോ ഒരു നല്ല മണമുണ്ട്. ഇനി ഇലയും കൂടി വന്നു കഴിയുമ്പോൾ ഈ ആവിയിൽ വരുമ്പോൾ നല്ല സുഗന്ധമായിരിക്കും. ആഹാരത്തിന്റെ രുചി പോലെ തന്നെ പ്രധാനമാണ് അതിന്റെ ആ ഗന്ധവും. അപ്പം നമ്മള് ഒരു പക്ഷേ വെള്ളം ഒഴിക്കാതെ തന്നെ നമുക്ക് ഇങ്ങനെ ആകുമായിരുന്നോ എന്ന് ഇപ്പൊ തോന്നി. ഇപ്പൊ വേണ്ട, അത്രയും ലൂസായി കഴിഞ്ഞു. ഇത്ര ലൂസ് ആവുന്ന കൊണ്ടാണ് അവസാനം നമ്മള് ഇപ്പൊ ഇത്രയും ലൂസ് ആദ്യം ആയിരുന്നില്ല. അതുകൊണ്ട് അപ്പോഴാണ് അരിപ്പൊടി കുറച്ചും കൂടി വേണം. 2 സ്പൂൺ അരിപ്പൊടിയും കൂടി. ഇപ്പൊ നമ്മൾ ആകെ 4 സ്പൂൺ അരിപ്പൊടി ഇട്ടു. അത് ആദ്യമേ ഇടുകയായിരുന്നില്ല. ഇതിങ്ങനെ ടൈറ്റ് ആവാൻ വേണ്ടി അവസാനമാണ് ഇടുന്നത്. എന്നിട്ട് ടൈറ്റ് ആയില്ലെങ്കിൽ കുറച്ചും കൂടി അരിപ്പൊടി നമുക്ക് ചേർക്കാം. പക്ഷെ ഒരിക്കലും അത് ഓട്സിന്റെ തുല്യ അളവ് ആവുന്നതേ ഇല്ല. പഴമാണ് ചേർക്കുന്നതെങ്കിൽ വെള്ളവും വേണ്ട, അരിപ്പൊടിയും വേണ്ട. ഇത്രയും മതി. ഇപ്പൊ അതിന്റെ കറക്റ്റ് സ്ട്രക്ചർ. ഇപ്പൊ ഓട്സ് എല്ലാം അലിയുകയും ചെയ്തു. വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ഓട്സ് അലിയാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. എല്ലാം കൂടി മിക്സ് ചെയ്യാൻ തോന്നും. ഇതിപ്പോ എല്ലാം നന്നായിട്ട് യോജിച്ചു. നെയ്യുടെ അംശവും എല്ലാം ഉണ്ട്. ഇനി ഇത് നമുക്ക് ഇലയിലേക്ക് എടുക്കാം. ഒരു ഇല എടുത്തു. ഇല കഴുകി തുടച്ചു വെച്ചിരുന്നതാണ്. ഇപ്പൊ ഇലയുടെ അകത്തേക്ക് ഇത് നമ്മൾ ഈ കയ്യിൽ പറ്റാതിരിക്കാനായിട്ട് നമുക്ക് കുറച്ച് നെയ്യ് കയ്യിലിങ്ങനെ തടവിയാണ്. അപ്പം കയ്യിലാവാതിരിക്കും. ചെറിയ ഇലയായതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചത്. ഇല വെച്ചു. വേണമെങ്കിൽ നമുക്ക് ഒരെണ്ണം കൂടി ഇവിടെ വെക്കാം. അങ്ങനെ തെരളിയപ്പം ഉണ്ടാക്കുമ്പോൾ അങ്ങനെയാണ്. ഈ പൊങ്കാലയൊക്കെ ഇടുന്ന ആൾക്കാർക്ക് നല്ലോണം അറിയാം അതിന്റെ ആ ഒരു സ്റ്റൈല്. എന്നിട്ട് ഈർക്കിലിയുടെ അറ്റത്ത് ഇങ്ങനെ ഒരു ഇത് കെട്ടുമല്ലോ, കെട്ടിയിട്ട് അതിലേക്ക് നമ്മളിങ്ങനെ കോർത്ത് വെക്കുകയാണ്. വളരെ വേഗം തയ്യാറാക്കാം. ചില ഇലയിൽ ഇങ്ങനെ അടയാളം കാണും. ഇത് കേടല്ലെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യാൻ കുഴപ്പമില്ല. ഇത് കുമ്പിളിന്റെ ഷേപ്പില് കുമ്പിളായിട്ടും നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ ഇത് ഒന്നിച്ച് കുറെ എണ്ണം ഉണ്ടാക്കാൻ സൗകര്യത്തിനാണ് ഞാനിപ്പോ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. വലിയ ഇലയിലാണെങ്കിൽ നമുക്ക് ഇങ്ങനെ 2 പ്രാവശ്യം മടക്കി വെക്കാം. അല്ലെങ്കിൽ ചെറിയ ഇലയാണെങ്കിൽ 1 ടൈം ആയിട്ടായാലും വെക്കാം. ഇത്രയും അളവ് നമ്മൾ എടുക്കാതെ ഇരുന്നാല് ഇപ്പം വളരെ വേഗം നമുക്ക് 2-3 എണ്ണമായിട്ട്. ഈ ഇല മടക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഇലയുടെ അറ്റത്തുനിന്നത് പുറത്തേക്ക് ഇങ്ങനെ ചാടി വന്നു കഴിഞ്ഞാൽ പിന്നെ അതൊരു ബുദ്ധിമുട്ടാവും. അതിലെല്ലാം നമ്മളുടെ പാത്രത്തിലെല്ലാം അത് പിടിക്കും. ഇതാകുമ്പോൾ അത് കഴിഞ്ഞ് നമുക്കത് എന്തിനെങ്കിലും ഒരു ട്രിപ്പും കൂടി വയ്ക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ചെറിയ ഇല ആയതുകൊണ്ട് നമുക്ക് വളരെ കുറച്ച് അളവേൽ ഇങ്ങനെ വയ്ക്കാൻ പറ്റുകയുള്ളൂ. വലിയ ഇലയാണെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് വയ്ക്കാം. നമുക്ക് വേറൊരു ഷേപ്പിലും ചെയ്യാം. ഇങ്ങനെ ആക്കി മടക്കിയിട്ട് നമുക്ക് ഒരു ഈർക്കിലി ഇവിടെ കണക്ട് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്താല് ഇതിനകത്ത് ഫില്ല് ചെയ്യാം. കുമ്പിളപ്പം എന്ന് പറയുന്നത് അങ്ങനെ ഇങ്ങനെ കണക്ട് ചെയ്ത് അങ്ങനെയും വെക്കാം. വളരെ ആരോഗ്യപ്രദമായ ഒരു വിഭവം നമ്മൾ റെഡിയാക്കാൻ പോവാണ്. വീണ് പോവാതെ എടുത്ത് ഇതിനകത്തേക്ക് വെച്ചു. വളരെ വേഗം തയ്യാറാവും. നമുക്ക് ആരോഗ്യപ്രദമായ ഒരു തെരളിയപ്പമാണ് ഇവിടെ
തയ്യാറാക്കുന്നത്. അതിന് നമ്മളെടുത്ത സാധനങ്ങൾ ഓട്സ്, അരിപ്പൊടി, ശർക്കര, ഏലക്കാപ്പൊടി, തേങ്ങ, നെയ്യ്, കുറച്ച് വെള്ളം, ഇത് ഉണ്ടാക്കാൻ വേണ്ട ഇല. ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഓട്സും നെയ്യും ശർക്കരയും തേങ്ങയും ഏലക്കാപ്പൊടിയും കൂടി നന്നായിട്ട് കുഴച്ചു. കുറച്ച് വെള്ളം, വളരെ കുറച്ചേ വെള്ളം ഞാൻ തെളിച്ചുള്ളൂ. അപ്പൊ തന്നെ അത് കുറച്ചിങ്ങനെ ലൂസായിട്ട് അയഞ്ഞ പരുവത്തിലായപ്പോ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ട അത്ര അളവ് മാത്രം അരിപ്പൊടി ചേർത്ത്, ഏതാണ്ട് ഒരു 4 സ്പൂൺ അരിപ്പൊടി ഇതിൽ ചേർക്കേണ്ടി വന്നിട്ടുണ്ട്. അരിപ്പൊടിയും കൂടി ചേർത്ത് അത് നല്ലൊരു ടൈറ്റ് ഫോം ആയി കഴിഞ്ഞപ്പോൾ ഇലയിലേക്ക്, ഒരു ഇറുക്കിയിൽ കോർത്ത് ഇലയിലേക്ക് വച്ചു. ഇപ്പൊ ഇല വാടുമ്പോ അതിന്റെ ആ ഒരു മണം നല്ലോണം ഇപ്പൊ വരാൻ തുടങ്ങിക്കഴിഞ്ഞു. ഏലക്കയുടെ ഈ വഴുതനയിലയുടെ ഒക്കെ മണം ഇങ്ങനെ വരുന്നുണ്ട്. വളരെ വേഗം ഇത് ഇലയൊന്ന് വാടി കഴിയുമ്പോൾ കളർ മാറുമ്പോഴേക്ക് ഇത് ആയിക്കഴിയും. ഓട്സിന് വലിയ വേവ് വേണ്ടല്ലോ, അതുകൊണ്ട് വളരെ വേഗം ഇത് റെഡിയാവും. നിങ്ങളൊക്കെ ചെയ്തു നോക്കണം, വളരെ വേഗം ചെയ്യാവുന്നതാണ് ഈ വിഭവം. ഇപ്പൊ നല്ലോണം ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട്, വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ആയി കാണും നമ്മളുടെ തെരളിയപ്പം. ഓട്സ് തെരളിയപ്പം ആയിട്ടുണ്ടോ നോക്കാം. ഇലയൊക്കെ വാടി ഇതിന്റെ ആ ഒരു കളറാണ്. ശർക്കരയൊക്കെ നല്ലോണം അലിഞ്ഞു. നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിങ്ങനെ തന്നെ എടുത്തു മാറ്റാം. തെരളിയപ്പം റെഡിയായി കഴിഞ്ഞു. നല്ലോണം വെന്തു, ആ ശർക്കരയൊക്കെ അലിഞ്ഞ് ചേർന്നു. ഇനി ഒന്ന് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി ടൈറ്റ് ആവും. ഇത് ഓട്സ് തെരളിയപ്പം റെഡിയായി. നമ്മൾ 2 എണ്ണം ഇങ്ങനെ കുമ്പിൾ കോട്ടി കുമ്പിളിന്റെ ഷേപ്പിൽ വച്ചിരുന്നു, അതും ശരിയായിട്ട് കിട്ടും. ഓട്സ് തെരളിയപ്പം റെഡിയായി കഴിഞ്ഞു. വളരെ വേഗം നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്യും.